ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് എങ്ങനെ ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പലപ്പോഴും നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒന്നും നമ്മുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. അതേപോലെ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അയ്യോ നാളെയാണല്ലോ എന്ന് ഓർമ്മ വരുന്ന ടൈംസും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് DIY ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് ബർത്ത്ഡേ കാർഡ് ഐഡിയാസ് ആയതുകൊണ്ട് തന്നെ ഈ 5 ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. കുറച്ച് മാർക്കേഴ്സ്, കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇത് സെറ്റ് ആക്കാൻ കഴിയും കേട്ടോ. ഏറ്റവും സൂപ്പർ പാർട്ട് എന്താ അറിയോ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ചെയ്യാന്നുള്ളത്. കൂടുതൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വോയിസ് ഓവർ ട്യൂട്ടോറിയൽസോ ഒന്നും ആവശ്യമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും നല്ല സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമ്മളൊരാൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് നമ്മൾ സ്വന്തം ഇരുന്ന് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുക തന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാർഡിൽ ഞാനൊരു ഫ്ലോർക്ക് ക്യാരക്ടർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരക്ടറിന്റെ പേരാണ് ഫ്ലോർക്ക്. നിങ്ങൾക്കിത് FLORK എന്ന് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഫ്ലോക്ക് ഇമേജസ് കിട്ടും. എന്നിട്ട് ഞാനൊരു ചെറിയ പിങ്ക് പേപ്പർ പീസ് എടുത്തിട്ട് 2 മടക്കിയിട്ട് അതിലൊരു ഹാർട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഹാർട്ടിന്റെ 2 മേലഭാഗവും കട്ട് ചെയ്യാതെ ബാക്കിയുള്ള പോർഷൻസ് മാത്രം കട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് ഈ ഒരു ഹാർട്ട് ഓപ്പൺ ചെയ്യണ പോലെ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഞാൻ ഈ ഫ്ലോർക്ക് ക്യാരക്ടറിനൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാർഡ് അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കാർഡ് ഞാൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് കളർ മാർക്കേഴ്സ്, വാട്ടർ കളർ പേപ്പർ, പിന്നെ ഹൈലൈറ്റർ പെൻസ് ആണ്. കാർഡ് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഡെക്കറേഷൻസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഹാർട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഹാർട്ട്സ് ആഡ് ചെയ്യാം, സ്പാർക്കിൾസ് ആഡ് ചെയ്യണമെങ്കിൽ സ്പാർക്കിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഫൈനൽ ടച്ച് ആയിട്ട് ഞാൻ ഒരു കുഞ്ഞി സ്ട്രിങ്, ഒരു കുഞ്ഞി പേപ്പർ ട്വൈൻ എടുത്തിട്ട് അതൊന്നൊരു ബോ പോലെ കെട്ടിയിട്ട് ഈ ഫ്ലോർക്കിന്റെ ക്യാപ്പിന്റെ അടിയിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കാർഡ് അത്രേ ഉള്ളൂ, നല്ല സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആകെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായാൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്ന അതേ മെറ്റീരിയൽസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ സംഭവങ്ങളും യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി സെയിം മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് കാർഡിൽ ഒരു എക്സ്ട്രാ മെറ്റീരിയലും കൂടെ ഉണ്ട്, അതാണ് വാഷി ടേപ്പ്. ഈ വാഷി ടേപ്പ് എടുത്തിട്ട് ഒരു കാർഡിന്റെ സെന്ററിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വാഷി ടേപ്പിന്റെ മേലെ കൂടെ നമുക്കൊരു 4 to 5 ക്യാൻഡിൽസ് വരച്ചു കൊടുക്കാം. പല ഹൈലൈറ്റേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ കാൻഡിൽസ് വരക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ അഥവാ വാഷി ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത്ര വല്ലാണ്ട് സ്റ്റിക്കിനെസ് ഇല്ലാത്ത സെലോ ടേപ്പ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതേപോലെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ബർത്ത്ഡേ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആളെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു ആൽബം ഉണ്ടാക്കി. അങ്ങനെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആളെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം കണ്ടപ്പോഴാണ് ശരിക്കും ഈ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് കിട്ടുമ്പോൾ എത്രത്തോളം സ്പെഷ്യൽ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നിങ്ങളും എൻ്റെ പോലെ ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ഒക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹാൻഡ് മെയ്ഡ് കാർഡ് കൊടുക്കണ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹാൻഡിൽ മൊത്തത്തിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വാഷി ടേപ്പ് ഒന്ന് നന്നായിട്ട് പതുക്കെ റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റർ പോർഷൻ, കാൻഡിൽസിന്റെ സെന്റർ പോർഷൻ ബ്ലാങ്ക് ആയിട്ടാണ് കാണുക. ആ ഒരു സെന്റർ പോർഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതാട്ടോ. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേക്ക് എ വിഷ്, ബ്ലോ യു കാൻഡിൽസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. പിന്നെ കുറച്ച് അല്ലറ ബോർഡർ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് കാർഡ് റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാർഡിലേക്ക് കിടക്കാം. അടുത്ത കാർഡും ഇതേപോലെ ഏകദേശം സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേറൊരു ടൈപ്പ് ബർത്ത്ഡേ കാൻഡിൽ കാർഡാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹൈലൈറ്റ് മാർക്ക് വെച്ചിട്ട് ഞാനൊരു സ്ലാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പേപ്പറിന്റെ ഒരു സൈഡിൽ മാത്രമേ സ്ലാൻഡിങ് ലൈൻസ് വരക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേപ്പറിന്റെ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെസ്സേജ് എഴുതാം. മെസ്സേജ് എഴുതുന്ന കൂടെ തന്നെ കുറച്ച് ബോർഡേഴ്സ് വരക്കാം, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോയിങ്സും വരക്കാം. നമ്മുടെ പേപ്പർ ഡെക്കറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോ അല്ലെങ്കിൽ ഒരു കോലോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഈ പേപ്പറിനെ റോൾ ചെയ്തെടുക്കാം. നമ്മളൊരു കാൻഡിൽ കാർഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു കാൻഡിലിന്റെ 3D മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ റോൾ ചെയ്ത പേപ്പർ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ വേറൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിന്റെ നടുവിലായിട്ട് 2 സ്മോൾ ലൈൻസ് വരക്കുക. ആ ലൈൻസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിസേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അത്ര ഷാർപ്പ് അല്ലാത്തൊരു കത്തി വെച്ചിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത സ്ലിറ്റില്ലേ, ആ സ്ലിറ്റിൽ കൂടെ നേരത്തെ റോൾ ചെയ്ത് വെച്ച പേപ്പർ ക്യാൻഡിൽ കയറ്റി കൊടുക്കണം. ഇനി പേപ്പർ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ്. പേപ്പർ ക്യാൻഡിൽ മേലായിട്ട് ഫയർ വരച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ഡെക്കറേഷൻ വേണം, ബോർഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പാർക്കിൾസോ ഹാർട്ടോ അങ്ങനെ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതേപോലെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഇമെയിൽ വഴി കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയൊക്കെ എനിക്ക് നിങ്ങളുടെ ക്രാഫ്റ്റും ക്രിയേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യണതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാർഡ് കുറച്ചും കൂടെ വെറൈറ്റി കാർഡാണ് കേട്ടോ. ഒരു ഗിഫ്റ്റ് ബോക്സ് കാർഡാണ്, പക്ഷേ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. നിങ്ങൾ എന്താണെന്ന് കണ്ടോക്ക്.
ഒരു റെഡ് കളർ പേപ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത ഡയമെൻഷൻസും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് മാർക്ക് ചെയ്ത വര ഉണ്ടല്ലോ, ഓരോ വരയും കൂടെ ഞാൻ ഗ്ലൂ ചെയ്ത് പേപ്പർ ട്വൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിബണോ അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കളർ കൊടുത്താലും മതി. അങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഈ ഗിഫ്റ്റ് ബോക്സിനെ നമ്മളൊരു ലിഡ് പോർഷനും പിന്നെ അടിയിലെ ബോട്ടം പോർഷനും ആക്കി സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെപ്പറേറ്റ് ലെയേഴ്സ് കിട്ടും. ലിഡിന്റെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ വീണ്ടും പേപ്പർ ട്വൈൻ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു കുഞ്ഞി ബോ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ലിഡാണ്, ഗിഫ്റ്റ് ബോക്സ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വേറൊരു കുഞ്ഞി വൈറ്റ് പേപ്പർ എടുത്തിട്ട് ലിഡിന്റെ ബാക്ക് പോർഷനിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വൈറ്റ് പേപ്പറിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അല്ലാണ്ട് ഫോട്ടോസ് ആഡ് ചെയ്യാനും പറ്റും. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ വിന്നർ ആയിട്ടുള്ള ഋത എനിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമെയിൽ തുറന്നു നോക്കുമ്പോൾ എന്നെയൊക്കെ വരച്ചിട്ട് ഡിജിറ്റൽ ആർട്ടൊക്കെ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ബാക്ക് ടു ട്യൂട്ടോറിയൽ. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ബോട്ടം പോർഷൻ ഉണ്ടല്ലോ ഗിഫ്റ്റ് ബോക്സിന്റെ, അതിന്റെ അറ്റം മാത്രം ഗ്ലൂ ചെയ്യുക. 4 സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 സൈഡ്സ് ഗ്ലൂ ചെയ്യുക. ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് ഇടാം കേട്ടോ. സെന്റർ പോർഷൻ ഒന്നും ഗ്ലൂ ചെയ്യരുത്, സൈഡ്സ് മാത്രം 3 സൈഡ്സ് മാത്രം ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഗിഫ്റ്റിന്റെ ബോട്ടം പോർഷൻ നമുക്കൊരു കാർഡ് സ്റ്റോക്കുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു പേപ്പറുമ്പോൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഗിഫ്റ്റ് ബോക്സിന്റെ ലിഡും മെസ്സേജും എഴുതിയത് അതിൽക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഡെക്കറേഷൻസും ബോർഡേഴ്സും പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ബർത്ത്ഡേ പോപ്പ് ഔട്ട് കാർഡ് കിട്ടും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇട്ടുമ്പോൾ കുറേ പേര് എങ്ങനെയാണ് ഇത് ചെയ്യുക, ഈ കാർഡ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആക്ച്വലി ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ലോങ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇവിടെയും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ കരുതി. ഒന്ന് വോയിസ് ഓവർ ഇട്ട് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്ലിയർ ആയിട്ട് സംഭവങ്ങൾ മനസ്സിലാവും വിചാരിച്ചിട്ടാട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ഇനി അടുത്ത കാർഡ് ഒരു ബർത്ത്ഡേ കേക്ക് കാർഡാണ് കേട്ടോ. എനിക്ക് ഇതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് കുറേ ലൈൻസ് അങ്ങോട്ടും കുറേ ലൈൻസ് ഇങ്ങോട്ടും ഞാൻ വരക്കുന്നുണ്ട് കേട്ടോ. ഒരു യെല്ലോ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലൈൻസ് വരക്കുന്നത്. സംഭവം ഒരു ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം. അടുത്തത് ഒരു കുഞ്ഞി വൈറ്റ് പേപ്പർ എടുത്തിട്ട് 2ആയി മടക്കുക. എന്നിട്ട് ഈ മടക്കിയ വൈറ്റ് പേപ്പറിനെ ഞാനൊരു ക്യൂട്ടായിട്ടുള്ള കേക്ക് ഡ്രോയിങ് വരച്ചു കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കേക്ക് വരക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ട്രേസ് ചെയ്യേ, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള കേക്ക് ഡ്രോയിങ്സ് വരച്ചെടുത്താൽ മതി കേട്ടോ. മേ ബി ഈ ഒരു കാർഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമാവാൻ കാരണം എന്താ അറിയോ, എനിക്ക് ക്യൂട്ടായിട്ടുള്ള ഡ്രോയിങ്സ് വരക്കാൻ നല്ല ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എന്താ അറിയില്ല, കോമിക്കായിട്ടുള്ള സംഭവങ്ങൾ വായിക്കാനും പിന്നെ അതേപോലെ കോമിക്കായിട്ടുള്ള ഡ്രോയിങ്സ് വരക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ കുട്ടി കുട്ടി കേക്ക്സ്, കുട്ടി കുട്ടി റിബൺസ്, ബോ, പിന്നെ അതേപോലെ റിബണും ബോവും ഒന്നാണല്ലോ അല്ലേ, ശരിയാ, കുട്ടി കുട്ടി ഫ്രൂട്ട്സ്, കേക്ക്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വരക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കേക്ക് ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. നല്ല ഷേപ്പിൽ വെട്ടിയെടുക്കുക. വെട്ടുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സൈഡ് കേക്കിൻ്റെ റൈറ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യാതെ നോക്കുക. ഒരു സൈഡ് കട്ട് ചെയ്തിട്ടും വേണം, ഒരു സൈഡ് കട്ട് ചെയ്യാണ്ടും വേണം. അത് നമുക്ക് ആ കേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് കട്ട് ചെയ്ത് കേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സൈഡ് കിട്ടും. അപ്പോൾ 2 സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജസോ ഡെക്കറേഷനോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഡ്രോയിങ്ങോ വേണമെന്നുണ്ടെങ്കിൽ കുട്ടി പ്രിൻ്റ് എടുത്ത ഫോട്ടോ വരെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കേക്ക് ഉണ്ടല്ലോ, ഈ ഡെക്കറേറ്റ് ചെയ്ത കേക്ക് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റേൺ പേപ്പർ ഉണ്ടല്ലോ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് അല്ലറ ചില്ലറ ഡെക്കറേഷൻ പണികൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഡെക്കറേഷൻ പണികൾ ഇറ്റ്സ് ഫുള്ളി അപ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതോടെ നമ്മുടെ ലാസ്റ്റ് കാർഡും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടമായ കാർഡ് ഏതാന്നുള്ളത് പറയുക. പിന്നെ അതേപോലെ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ബർത്ത്ഡേയോ റിലേറ്റീവ്സിൻ്റെ ബർത്ത്ഡേയോ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇതിലേതെങ്കിലും ഒരു കാർഡൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കൊടുത്തിട്ട് അവരുടെ മുഖത്തുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളത് എന്നോട് പറയണം. ഇന്നത്തെ വീഡിയോ മാക്സിമം ബിഗിനർ ഫ്രണ്ട്ലിയും മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയണം. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.